എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനം PSCക്ക് വിടാത്തതിനെ വിമർശിച്ച് ഹൈക്കോടതി. വിദ്യാഭ്യാസ വകുപ്പ് അഴിമതി നിറഞ്ഞതാണോ എന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ VCമാരുടെ സ്ഥിരം നിയമനം ഇല്ലാത്തതിനെയും കോടതി വിമർശിക്കുന്നുണ്ട്. 13-ൽ 12 സർവകലാശാലകളിലും സ്ഥിരം VCമാരില്ലാത്തത് ഗുരുതര സാഹചര്യമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. ഷബ്ന ചേരുകയാണ്. ഷബ്ന, 2 വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും, കൃത്യമായ ചോദ്യങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. എന്തെല്ലാമാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ വിശദമായി ചോദിച്ചത്? അതിന് മറുപടി നൽകിയിട്ടുണ്ടോ ഇതിന്റെ അധികൃതരുടെ ഭാഗത്തുനിന്നും? എന്താണ് വിവരങ്ങൾ? സംഗീത, ഇതിൽ കേരള സർവകലാശാല VCയുടെ താൽക്കാലിക ചുമതല ഡോക്ടർ മോഹനൻ കുന്നമ്മലിന് നൽകിയത് ചോദ്യം ചെയ്ത് സെനറ്റ് അംഗങ്ങൾ നൽകിയ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. ഈ ഉത്തരവിലാണ് ഇത്തരത്തിൽ ഒരു വലിയ വിമർശനമുള്ളത്. അതായത് സംസ്ഥാനത്തെ 13 സർവകലാശാലയിൽ 12-ലും സ്ഥിരം VCമാരില്ല എന്ന ഗുരുതര സാഹചര്യമുണ്ട്. ഇത് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസത്തെ ദുർബലപ്പെടുത്തും എന്നതായിരുന്നു കോടതിയുടെ വിമർശനം. പ്രശ്നം പരിഹരിച്ച് സ്ഥിരം VCമാരെ നിയമിക്കാൻ നടപടിയെടുക്കണം എന്നും കോടതി വിമർശിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ് അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ട എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ നിയമനം PSCക്ക് വിടുന്നില്ല, മാനേജർമാരാണ് നിയമനം നടത്തുന്നത്. PSCക്ക് ഇത്തരം നിയമനങ്ങൾ വിടാത്തത് എന്താണ്? വിദ്യാഭ്യാസ വകുപ്പ് അഴിമതിയുടെ കൂടാകിയാണോ തുടങ്ങിയ വിമർശനവും കോടതി ഉന്നയിക്കുന്നു. ഇത്തരത്തിൽ ഈ അധ്യാപക നിയമനം PSCക്ക് വിടണം എന്നൊരു നിർദ്ദേശം കോടതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ ഇതിൽ മറുപടി അറിയിക്കണം എന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ശരി ഷബ്ന.